എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ തുടങ്ങുകയാണ്. എല്ലാവരും ക്ലാസ്സിൽ റെഡിയാണല്ലോ അല്ലെ? ഇന്നെന്തോ ഒരു കാര്യമായ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവാണ്. ഒരു പുതിയ പുതിയ കാര്യമൊന്നുമല്ല, പഴയ കാര്യം പുതിയ കുപ്പിയിൽ തരാൻ പോവാണ്. അത്രേ അല്ലേ? ഞാൻ പറയുന്നതാണ് ഏറ്റവും ഒരു രഹസ്യം നിങ്ങൾക്ക്. ഒരു രഹസ്യം വേണോ, ഒരുപാട് രഹസ്യം വേണം ഒന്ന് ഉത്തരം പറഞ്ഞേ. ഒരു രഹസ്യം വേണം. ഓക്കെ, ആദ്യം റെഡി ആയിക്കോട്ടെ എല്ലാവരും. കമോൺ കമോൺ, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. അത് മറക്കല്ലേ, അത് മറക്കല്ലേ. ഞാൻ എപ്പോഴും ക്ലാസ് വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു വരും, അവസാനം ഞാൻ മറന്നു പോകും. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു പോകും. ഒന്ന്, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഹാപ്പി ആൻഡ് റെഡി ടൈപ്പ് ചെയ്തോ. എൻ്റെ അടുത്ത് പറയാനുള്ള കാര്യമാണ്, തൃശ്ശൂർ പ്രോഗ്രാമിന് ഇനി 22 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അത് പറയാൻ, ഇവിടെ ലൈവ് വന്ന് പറയാൻ എപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ തിരക്കിന്റെ ഇടയിൽ വിട്ടുപോകുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് വേണ്ട, ക്ഷണിച്ചില്ല എന്ന് വേണ്ട, ഓർമ്മപ്പെടുത്തിയില്ല എന്ന് വേണ്ട. ഇനി 10 ദിവസം കൂടിയേ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാനുള്ളൂ എന്നത് ഓർമ്മിക്കണം. 23-ാം തീയതി നമുക്ക് തൃശ്ശൂർ വെച്ച് കാണണം. എന്തിനു കാണണം? നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് ഉയർത്താനും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ മാറ്റപ്പെടുത്താനും തയ്യാറായിക്കൊണ്ട് മാത്രം തൃശ്ശൂരേക്ക് കയറി വരിക. അവിടെ നിങ്ങൾക്ക് പുതിയൊരു വിരുന്ന് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിലൂടെ, മനസ്സിന്റെ ഉയർച്ചയിലൂടെ പല കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായ തെളിവ് നമ്മളെ, ഇപ്പൊ നേരത്തെ ഞാൻ ക്ലാസ് ഓൺ റെക്കോർഡിൽ പറയുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളെ നമ്മൾ നമ്മളെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ചില എനർജികൾ നമ്മളെ ചുറ്റുവട്ടത്തുമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പല രൂപത്തിലും പല ഭാവത്തിലും പല സന്ദർഭങ്ങളിലും അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അത്തരം എനർജികളെ മനസ്സിലാക്കാനും അതിനെ പിടിച്ച് കളയാനും അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ചാടിക്കടക്കാനും പറ്റുന്ന രീതിയിലുള്ള എനർജി ഹീലിംഗ് നമ്മുടെ കയ്യിൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ ഇത് വളരെ വളരെ ഡീപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനുള്ള പ്രാരംഭത്തിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തെടുത്തതും, ഇനിയിപ്പോ 2 ദിവസത്തെ മെഡിറ്റേഷൻ, ഓപ്പൺ അപ്പ് മെഡിറ്റേഷനും, അത് കഴിഞ്ഞുള്ള ചക്ര മെഡിറ്റേഷനും ഒക്കെ ഈ എനർജിയെ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ള മാനസികമായുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഉദാസീനത കാണിക്കരുത്. അത്തരം എനർജി ശക്തികളൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ പല രൂപത്തിലും നമ്മളെ തന്നെ ഉയർത്താൻ പറ്റണം. അത് ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഉയർത്താൻ പറ്റുന്നതല്ല, അതിന് പടിപടിയായിട്ടുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ ആ കാര്യം ഞാൻ നിങ്ങളെ ലൈവ് എടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നതെന്നും കൂടി മനസ്സിലാക്കി തരുമെന്ന് അത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് വളരെ ക്ലാരിറ്റിയുള്ള മനസ്സ്, ശുദ്ധമായ മനസ്സിൽ നിങ്ങൾ മാറാനായി തയ്യാറായി ആ എനർജിയെ അപ്പുറത്ത് കടക്കാനുള്ള എല്ലാ മാനസികമായ ഒരുക്കത്തോടുകൂടി റെഡിയാവുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ കോഴ്സുകളൊക്കെ ചെയ്ത് തയ്യാറായിട്ട് വരിക. അപ്പൊ 10-ാം തീയതിയാണ് രാത്രി, അല്ലെങ്കിൽ ഇപ്പൊ 11-ാം തീയതി അല്ലേ നമുക്ക് മെഡിറ്റേഷൻ. 12-ാം തീയതി രാത്രി നമുക്ക് തൃശ്ശൂർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. അന്ന് അവരോട് ചില കാര്യങ്ങൾ ഞാൻ അടുത്ത 5 ദിവസങ്ങൾ ചെയ്യാനുള്ളത് പറയും. അതിനുള്ള ചില വ്രതാനുഷ്ഠാനങ്ങളും മറ്റു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരും. അതിലൂടെ അവരെ കംപ്ലീറ്റ് അതിലേക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് അന്ന് ലൈവ് കൊണ്ടുവരുന്നത്. അന്ന് അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, അന്ന് നിങ്ങൾക്ക് ബുക്സ് വേണമെങ്കിൽ മുൻകൂട്ടി ഓർഡർ ചെയ്യണം. അന്ന് നിങ്ങൾക്ക് സ്റ്റോണ് വേണമെങ്കിലോ മറ്റു ചില കാര്യങ്ങൾ അന്ന് നിങ്ങൾ നേരിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റൽസ് ആണോ, സ്റ്റോൺസ് ആണോ, അല്ല ബ്രേസ്ലെറ്റ് ആണോ, അല്ല പുതിയ കുറെ സാധനങ്ങൾ, പിരമിഡ്സ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങളുടെ എനർജിയെ, ചില എനർജി നിങ്ങൾ ഒഴിവാക്കാനും ചില എനർജി നിങ്ങൾക്ക് ആഡ് ചെയ്യാനും വേണ്ടിയുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ അതിന് ശേഷം കൊണ്ടുവരുന്നത്. അത് തൃശ്ശൂർ വരുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ 12-ാം തീയതി ക്ലാസ്സിൽ അതിന് ശേഷമായിരിക്കും പറയുള്ളത്. അപ്പൊ അവിടുന്ന് ഞാൻ അതിനു മുമ്പേ എല്ലാം പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ വന്ന് അയച്ച് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ച് വീട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് ഡയറക്റ്റ് കയ്യിൽ തരാൻ നിൽക്കുന്നില്ല. കാരണം അന്ന് നിൽക്കുന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ ക്ലാസ് എടുക്കാൻ സമയം മിസ്സായി പോന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മുമ്പേ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക. ലാസ്റ്റ് ബുക്ക് ചെയ്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഗുണമല്ല, എനിക്കും ഗുണമല്ല. പിന്നെ വരുന്ന ആള് കുറെ നെഗറ്റീവ് എനർജി കൊണ്ടുവന്ന്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം, കൊണ്ടുവരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് നല്ലതാണ്, എനിക്ക് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഫിൽട്രേഷൻ മസ്റ്റ് ആയിട്ടുണ്ടാവും 12-ാം തീയതി വരെ. അപ്പൊ 10-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ദിവസം. എല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുന്നവരൊക്കെ
നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിനെ വിളിക്കുക. നമ്പർ താഴെ നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ താഴെ, നമ്മുടെ യൂട്യൂബിന് താഴെയുണ്ട്. ഫേസ്ബുക്കിലാണ് നോക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ അവരെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാനുള്ള ലിങ്കും നമ്മൾ കൂടെ തരുന്നുണ്ട്. ഡയറക്റ്റ് ബുക്ക് ചെയ്യുക, വരിക. മാക്സിമം നിങ്ങൾ എല്ലാവരും മുന്നേ തന്നെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ രാത്രി ചെയ്യുന്നത് വെറുതെ കണ്ണടച്ചിരിക്കുന്ന മെഡിറ്റേഷൻ അല്ല. നമ്മുടെ ഇന്നലത്തെ മെഡിറ്റേഷൻ നിങ്ങൾ അനുഭവിച്ചല്ലോ. നമ്മൾ അത്രയും ഡീപ്പായിട്ടുള്ള, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെയാണ് വരുന്നത്. അത് നിങ്ങൾ എത്ര എമൗണ്ട് പേ ചെയ്യുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ല. 111 ആയാലും 1200 ആയാലും 1500 രൂപയായാലും ഒക്കെ എൻ്റെ മെഡിറ്റേഷന്റെ ഞാൻ മെത്തേഡ് അത്രയും പവർഫുൾ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ വലിയ മാറ്റം ഉണ്ടാക്കാനും എനിക്കും അതിനകത്ത് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ പങ്കെടുക്കുക. ഇന്നും രാത്രി നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്, നാളെയും ഉണ്ട്. അത് കഴിഞ്ഞ് 7 ചക്ര മെഡിറ്റേഷനൊക്കെ സാധാരണ 7 ചക്ര പഠിപ്പിക്കുന്ന രീതിയിലല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സെഷൻ ഓഫ് 7 ചക്ര. നിങ്ങളുടെ ഓരോ ആളുടെയും ഉള്ളിലേക്ക് ഇറങ്ങി തരുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ എല്ലാവരും ക്ലാസ്സിന് റെഡി ആണല്ലോ അല്ലെ? സോ ജസ്റ്റ് ഗോ ഫോർ ക്ലാസ്. ഒരു ചോദ്യം മാത്രം, ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം വ്യക്തമായി ഇപ്പൊ കിടക്കുന്ന ആൾക്കാരെല്ലാവരും പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ പണം എന്ന് പറയുന്നത് എത്ര തവണ കുറവായതായിട്ട്, അല്ലെങ്കിൽ പണത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ലൈഫിൽ പണത്തിന്റെ കുറവ് അനുഭവിച്ചത് എത്ര തവണയായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഉത്തരം അറിയുന്നവർ താഴെ ടൈപ്പ് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ എത്ര പെട്ടാലും എനിക്ക് പണം വരുന്നതേയില്ല. ഇത് ഞാൻ യൂട്യൂബിൽ പുതിയതായിട്ട് കാണുന്നവരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമന്റ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും പണം എൻ്റെ കയ്യിൽ വരുന്നതേ ഇല്ല, അല്ലെങ്കിൽ എന്നെ അടുക്കാറില്ല എന്ന് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവർ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. യെസ്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തവണ എനിക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോ സ്ഥിരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് ചോദ്യത്തിന് വലിയ ഉത്തരം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇത് ചോദ്യത്തിന്റെ ഡെപ്ത് എന്താന്ന് മനസ്സിലായി. കുറെ ഉണ്ടായോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളെ എങ്ങനെ, യെസ്, അത് കുറെ മറ്റു രൂപത്തിൽ അവര് തുടങ്ങി. കാരണം അതിന്റെ അനുഭവം അവർക്ക് മാറി എന്നുള്ളതാണ്. അപ്പോ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ ഒരുപാട് പണമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സമ്പത്ത് കയ്യിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലെ? ഒരുപാട് ആൾക്കാർ നിങ്ങൾ കാണാറുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അവർക്കെല്ലാം ഉണ്ടായത് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണോ, അല്ല അവരിലുള്ള മറ്റെന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്നായിരിക്കുമോ? ഭാഗ്യം കൊണ്ടാണോ, അല്ലെങ്കിൽ പണവുമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ആണോ? ഭാഗ്യമാണ് എന്ന് പറയുന്നവരൊന്ന് ടൈപ്പ് ചെയ്തേ. ഭാഗ്യം, അധികം ആൾക്കാർക്കും പൈസ ഉണ്ടായ ഭാഗ്യം കൊണ്ടാണെന്ന് എന്നിട്ട് പെട്ടെന്ന് ഭാഗ്യം കൊണ്ടാണ് പലർക്കും പൈസ ഉണ്ടായതെന്ന് പറയുന്നവർ എത്ര അനുഭവിച്ചു ഇപ്പൊ. അതാണ് ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ ഉത്തരം. ഭാഗ്യമല്ല, മറ്റെന്തോ ആയിരിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പുതിയ ആൾക്കാര് പറയുക, അല്ല ഭാഗ്യം കൊണ്ടാണ് അവർക്ക് കാശിന്റെ. യെസ്, കാശിന്റെ വിഷയങ്ങൾ ഇവിടെയാണ് നമ്മൾ. ഈ പണം എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? പണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക, വാട്ട് ഈസ് മണി, അല്ലെങ്കിൽ വാട്ട് ഈസ് സമ്പത്ത്, വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? എങ്ങനെയാണ് നമ്മൾ വെൽത്തിനെ കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കും. നമ്മളിത് ആദ്യമായിട്ട് എടുക്കുന്ന ക്ലാസ് ഒന്നുമല്ല, ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് മറ്റൊരു, കൃത്യമായിട്ട് ഈ ഒരു അത്ഭുതം നിങ്ങൾ മനസ്സിലാക്കാന്നുണ്ട്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ കറൻസി, അല്ലെങ്കിൽ ബാങ്കിലുള്ള ബാലൻസ് അല്ല പണം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ റിഫ്ലക്ഷൻ ഓഫ് യുവർ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഗ്യമല്ല അവരെ പണക്കാരനാക്കുന്നത്, അവരുടെ മനസ്സിന്റെ എനർജിയാണ്. ഇത് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? പണക്കാരനായ ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അയാളുടെ മനസ്സിന്റെ, പണത്തിന്റെ എനർജിയാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും? പണം ഒരിക്കലും കഠിനാധ്വാനത്തിന്റെ ഫലം ആയിട്ടല്ല വരുന്നത്. പണം ഒരുപാട് തവണ മനസ്സിന്റെ പ്രതിഫലനമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത്, ഞാൻ പണം എന്ന വാക്ക് ഉപയോഗിക്കുന്ന സമ്പത്തിനെ പറ്റിയിട്ടാണോ? ചിലപ്പോൾ സമ്പത്ത് എന്ന് പറയാൻ നമുക്ക് യൂസ്ഡ് ആയി പോയതുകൊണ്ടാണ്. സമ്പത്ത് എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന്റെ ഫലമായി മാത്രം കിട്ടുന്ന ഒന്നല്ല,
പകരം നമ്മളുടെ മനസ്സിന്റെ പ്രതിഫലനമായിട്ടാണ് പണം നമ്മളിലേക്ക് എത്തുന്നത്, സമ്പത്ത് നമ്മളിലേക്ക് എത്തുന്നത്. ദ റിഫ്ലക്ഷൻ ഓഫ് മൈൻഡ് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ പണക്കാരായ എത്ര പേരുണ്ട് എന്റെ മുമ്പിൽ? ഒന്ന് ചാറ്റ് ചെയ്തേ. സമ്പന്നരായ എത്ര പേര് ഇന്നിപ്പോ എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ലിസണിങ് മൈ ക്ലാസ്, ആർ ലിസണിങ് നൗ? ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമ്പന്നരായ എത്ര പേര് ഇവിടെ ഉണ്ട്? എനിക്ക് അതാണ് അറിയേണ്ടത്. ഹരി, ചേഞ്ച് യുവർ മൈൻഡ്, അല്ലാതെ വരില്ല. ചേഞ്ച് യുവർ മൈൻഡ്, ടേക്ക് യുവർ ആക്ഷൻ. ആദ്യം അംഗീകരിക്കൂ. നിങ്ങൾ സമ്പന്നാണെന്ന് അംഗീകരിച്ചാലേ ആദ്യം നിങ്ങൾക്ക് സമ്പത്ത് വരുള്ളൂ. ഇതാണ് ഈ പറഞ്ഞതിന് മറ്റൊരു രൂപം. നിങ്ങൾ സമ്പന്നാണെന്ന് വെച്ചാൽ അല്ല, ഞാൻ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സമ്പത്ത് വരിക? ഇത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവാത്തിടത്തോളം കാലം നിങ്ങളുടെ ആ എനർജി വരില്ല. ഇതാണ് എല്ലാ ദിവസവും ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പണം എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി നമ്മൾ ഉണ്ടാവണം. എനർജി നമുക്ക് എവിടെ നിന്നും ഇങ്ങനെ 1 കിലോ മേടിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ഇവിടെ ഉണ്ടാവേണ്ട സാധനമാണ്. ഇത് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോ പണവും മനസ്സും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്ത് എന്നത് ഒരു ഊർജമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് അംഗീകരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും? എവരിബഡി അഗ്രി ദാറ്റ് ഇറ്റ്സ് എൻ എനർജി. അപ്പൊ ഏത് വഴിയിലൂടെയാണ് ഈ എനർജി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സമ്പന്നത ഉണ്ടാകുന്നത്? ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. പണം എനർജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന സാധനം ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ വരും? എങ്ങനെയാണ് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ട്യൂൺ യുവർ മൈൻഡ് സെറ്റിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പൊ എങ്ങനെയാണ് ഈ എനർജി ഉണ്ടാവുന്നത്? എനിബഡി നോസ് ഇറ്റ്? ആർക്കും പറയാൻ പറ്റും എങ്ങനെയാണ് ഈ എനർജി ഉണ്ടാവുന്നത്? പല ക്ലാസ്സിലും പഠിപ്പിച്ച കാര്യമാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എനർജി ഉണ്ടാവുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമാണ്. ചിന്തകളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമാണ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ സമ്പന്നരാവണമെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാവണം? സമ്പന്നമായ ചിന്തകളും സമ്പന്നമായ വികാരങ്ങളും ആദ്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമല്ലേ ഇത് വരികയുള്ളൂ. ഇതൊന്ന് പുറത്തെടുക്കൂ. നിങ്ങളിൽ ഉള്ളതാണ്, പുറത്തെടുക്കൂ. എടുക്കൂ, എടുക്കൂ, എടുക്കൂ. നിങ്ങൾ അതിനെ പുറത്തോട്ട് പറയൂ. എന്റെ ചിന്തകൾ സമ്പന്നമാണ്, എന്റെ വികാരം സമ്പന്നമാണ് എന്ന് നിങ്ങൾ അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വരില്ല. വഴികളില്ല വേറെ. നമ്മുടെ മനസ്സ് കുറവിൽ കുടുങ്ങിയിരിക്കുമ്പോൾ സമ്പത്ത് നിങ്ങളുടെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുറവ് എന്നതിൽ കുടുങ്ങിയിരിക്കുമ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. പക്ഷേ നമ്മളുടെ മനസ്സ് സമൃദ്ധിയിലേക്ക് തുറന്നിരിക്കുമ്പോൾ സമ്പത്ത് തന്നെ നിങ്ങളെ തേടി വരും. ഇത് ശരിക്കും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ആണിത്. നമ്മുടെ മനസ്സ് കുറവിലാണെങ്കിൽ കുറവ് തന്നെയാണ് നമ്മളിൽ സംഭവിക്കുക. നമ്മൾ സമൃദ്ധി തുറന്നു വെച്ചാൽ മാത്രം മതി സമൃദ്ധി നമ്മളിലേക്ക് വരും. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കണ്ണടച്ചിരിക്കൂ, കാശ് നോട്ടുകെട്ടായിട്ട് വരുമെന്നതായിട്ടും എടുക്കണ്ട. അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു, നമുക്ക് ചെയ്യാനൊരു പ്രേരണ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആ ഇതിനുള്ള ഊർജം വേണം. എനിക്ക് ജോലി ചെയ്യാൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നിപ്പോ രാവിലെ 6 മണി തൊട്ട് ഇപ്പൊ 12 മണിക്കൂറായിട്ട് ഒറ്റ ഇരുത്താണ് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എനിക്ക് ക്ഷീണം വരാത്തത്? എനിക്ക് ആ സമ്പന്നത ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്, എനിക്ക് ആ വികാരം ഉള്ളത് കൊണ്ടാണ്. ഞാനിപ്പോ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോഴും എനിക്ക് ആ ഊർജം എന്നിലുള്ളത് നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ ഐ ഫീൽ ഇറ്റ്. ആ വെൽത്തി ഞാൻ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദിവസേന 60,000 മുതൽ 70,000 വരെ ചിന്തകൾ കടന്നു പോകുന്നു. പക്ഷെ അതിൽ ഭൂരിഭാഗവും പഴയ ഓർമ്മകളും ഭയങ്ങളും കുറവുകളും കുറ്റപ്പെടുത്തലുകളും നിരാശകളും അപകർഷബോധവും അല്ലെങ്കിൽ കുറ്റബോധവും ഒക്കെയാണ് നമുക്കുണ്ടാവുന്നത്. അതെന്താണ് നൽകുന്നത്? അത് നമുക്ക് നൽകുന്ന താഴ്ന്ന ഫ്രീക്വൻസിയാണ്. ഇത് മനസ്സിലാക്കി മനസ്സ് താഴ്ന്ന ഫ്രീക്വൻസിയിലാണെങ്കിൽ പണം എന്ന് പറയുന്ന, സമ്പത്ത് എന്ന് പറയുന്ന ഉയർന്ന ഫ്രീക്വൻസി സെറ്റ് ആവത്തില്ല. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്ന ഉയർന്ന ഫ്രീക്വൻസി നമുക്ക് ലഭിക്കണമെങ്കിൽ മനസ്സ് ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് ഉയർത്തണം. ഉയർന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്നേഹം, കരുണ, അല്ലെങ്കിൽ ഭയമില്ലാത്ത അവസ്ഥ, ആത്മവിശ്വാസം,
ഇതൊക്കെയാണ് ഉയർന്ന ഫ്രീക്വൻസി വരുന്നത്. മനസ്സൊരു വിസ്മയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജേർണി ടു ഹാപ്പിനെസ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് സമ്പത്ത് അത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കും. സമ്പത്ത് അത്ഭുതം പോലെ. ഞാൻ വീണ്ടും എന്റെ തന്നെ ഒരു ഉദാഹരണം എടുത്ത് പറയുന്നു. ഞാൻ പറഞ്ഞു 12 മണിക്കൂർ ഞാനിന്നിവിടെ ഇപ്പൊ 13 മണിക്കൂറാത്ത മണിക്കൂറാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. 13 മണിക്കൂർ ഞാൻ ക്ഷീണമില്ലാതെ ഇരിക്കുന്നത് എന്നെ അതിലേക്ക് എത്തിക്കുന്ന സമ്പന്നത എന്ന് പറയുന്ന ഊർജം അവിടെ ഉള്ളത് കൊണ്ടാണ്. ആ ഊർജമാണ് എന്നെ ഇത്രയും സമയം നിർത്തിച്ചത്. അല്ലെങ്കിൽ നിൽക്കൂല. പറ്റുമോ 13 മണിക്കൂർ ഒറ്റ ഇരുന്നിട്ട് ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റും? ഉണ്ടോ? എന്റെ മുമ്പിൽ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ആ ആൾക്കാർ എന്നോട് സംസാരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ആ ഒരു ഇൻഫർമേഷൻസ് എനിക്ക് സമ്പന്നത നൽകിക്കൊണ്ടേയിരിക്കുന്നു. 2 തരത്തിൽ. ജ്ഞാനം എനിക്ക് കൂടുന്നു, കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നു, അതിനവർ കാശും തരുന്നു. ഇത് ഞാൻ എന്നെ കണക്ട് ചെയ്ത് പറയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് നിലനിൽക്കാൻ പറ്റണം. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ സമ്പന്നത നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രവണതയ്ക്കാണ്. അല്ലാതെ നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആരും കയറി പണത്തെ പണത്തെ പ്രാർത്ഥിക്കണം. പണം ലഭിക്കാനായിട്ട് വെറും പ്രാർത്ഥന നടത്തുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പണത്തിന്റെ തരംഗത്തോട് സ്വയം പൊരുത്തപ്പെടുന്ന ശാസ്ത്രത്തിനെയാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആ സമ്പത്തിന്റെ ഊർജ തരംഗത്തോട് നമ്മൾ പോയി യോജിക്കണം, അതിലേക്ക് പൊരുത്തപ്പെടണം. അപ്പോഴെങ്ങനെ പൊരുത്തപ്പെടാൻ സാധിക്കും? പൊരുത്തപ്പെടാൻ സാധിക്കുന്നത് ആ തരംഗ ദൈർഘ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ചിന്തകളെ ആ രീതിയിൽ പാകപ്പെടുത്തണം. നമ്മളിലേക്ക് ധനം വരുന്നതിനെ തടയുന്ന നമ്മുടെ വിശ്വാസങ്ങളെ പൊട്ടിച്ചു കളയണം, അതിന് നീക്കം ചെയ്യണം. നന്ദിയോടെയും കൃതജ്ഞതയോടെയും വിഷ്വലൈസേഷനും വഴി നമ്മുടെ എനർജി ഉയർത്തണം. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എനർജി വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ഉയർത്തുന്ന പോലെ നമ്മുടെ ഉയർത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഒരാളുടെ സമ്പന്നത എന്ന് പറയുന്നത് അയാളുടെ ബാങ്ക് ബാലൻസിലാണോ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ അയാളുടെ മനസ്സിന്റെ വലിപ്പത്തിലാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ഉത്തരം ടൈപ്പ് ചെയ്ത്. ഒരാളെ സമ്പന്നനാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് അയാളുടെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ അയാളുടെ ബാങ്ക് ബാലൻസ് ആണെങ്കിൽ ബി ടൈപ്പ് ചെയ്യൂ. പറഞ്ഞേ, ബാങ്ക് ബാലൻസ് നോക്കിയിട്ടാണ് ഒരാളുടെ സമ്പന്നത എങ്കിൽ നിങ്ങൾ ബി ടൈപ്പ് ചെയ്തു. അല്ല, മനസ്സിന്റെ ആണെങ്കിൽ എം ടൈപ്പ് ചെയ്യൂ. മനസ്സിന്റെ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ പറയുന്നെങ്കിൽ എം ടൈപ്പ് ചെയ്യും അല്ലെങ്കിൽ ബി ടൈപ്പ് ചെയ്യും. ഓക്കെ, കമോൺ. അപ്പോ ഈ ഒരു രൂപത്തിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ഇവിടെ മനസ്സിലാക്കണം, ആർക്കാണ് ഈ മണി മാനിഫെസ്റ്റേഷൻ ആവശ്യം, ആർക്കൊക്കെയാണ് ഇത് ഗുണകരമായി മാറുക എന്നുള്ളത്. നമ്മുടെ ഒരു കോഴ്സാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആർക്കാണ്? എല്ലാവർക്കും എന്ന് പറയുന്നതിനപ്പുറത്ത് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഓരോ തരത്തിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കോഴ്സിനെയാണ് ഞാൻ പറയുന്നത്. അത് ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്യാൻ പറ്റും. കാരണം ബിസിനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സമ്പത്ത് വരാനുള്ള സാധ്യത കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു മേഖലയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പലരും ബിസിനസ് തിരഞ്ഞെടുക്കുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് ബിസിനസ് കാശ് വരാനുള്ള, പണം വരാനുള്ള സാധ്യതകൾ അവിടെ ഒരുപാടുണ്ട്. അപ്പോ എങ്ങനെ വിൽപ്പനയും വരുമാനവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് മേഖലയിലുള്ളവർക്കും അധ്യാപകർക്കും ഒക്കെ അവരുടെ ആത്മവിശ്വാസം കൊണ്ട് അവരുടെ പ്രവൃത്തിയുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പോയിക്കൊണ്ട് സമ്പത്ത് കൂടുതൽ ആകർഷിച്ചെടുക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് മണി മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ശമ്പളത്തിൽ വർധനയും പ്രൊമോഷൻസും സൃഷ്ടിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. എളുപ്പത്തിൽ ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരാൾക്ക് ഡബിൾ സാലറി ആക്കി കിട്ടി. ഡബിൾ ആണ് സാലറി.
അവർ അതേ ഓഫീസിൽ തന്നെ ഡബിൾ സാലറി കിട്ടി. അവർ ചെയ്ത പെർഫോമൻസ് ഹയസ്റ്റ് ആയപ്പോ മാനേജ്മെന്റ് പറഞ്ഞു നിങ്ങൾക്ക് ഡബിൾ സാലറി തരാൻ പോവാണ് ഇനി മുതൽ. ഇതൊക്കെ മണി മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത ആളാണ്. മണി മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡബിൾ സാലറി ആയത് അനുഭവം അവർ പറയും. ചിലവർക്ക് നമ്മൾ പറയാനുള്ള വീഡിയോ ഓണാക്കി പറയാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഓക്കെ, അതൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഭാവിയിലേക്കുള്ള ധനചിന്ത, ഭാവിയിലേക്ക് ധനത്തെ പറ്റിയുള്ള ചിന്തകൾ എന്തായിരിക്കും. നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എല്ലാം പുതിയ പഠിക്കുന്ന ആൾക്കാരുടെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ധനചിന്ത മാറ്റി വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നിങ്ങളെപ്പോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ എന്താണ് അല്ലെ വീട്ടുഭരണം നടത്തുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മണി എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്ത് റെഡിയാക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാള് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനിലാണ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവര് ഭർത്താവിന് ബിസിനസ് വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് ചിലവര് അവര് ഈ ഇതാണ് എന്താ പറയാ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, വളരെ കുറവാണ്. അപ്പൊ ഇവര് എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും സാർ. ഞാൻ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബൂസ്റ്റ് ചെയ്ത് കിട്ടിയാൽ പോരെ, നിങ്ങൾക്ക് രക്ഷയില്ലല്ലോ. അല്ല, എനിക്ക് കാശ് ഉണ്ടാക്കാൻ എന്താ വഴി. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഭർത്താവിന് വേണ്ടി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഭർത്താവിനോട് പറയാം ഇന്നത്തെ ഡീലിംഗ്, രാവിലെ പോകുമ്പോൾ പറയാം ഇന്നത്തെ ഡീലിംഗ് നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടിയാൽ എനിക്ക് 1% തരണം, അല്ലെങ്കിൽ 10%, നിങ്ങൾ കിട്ടുന്നതിൽ 1%, 10% എനിക്ക് ഒരു ഡീല് സെറ്റ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറഞ്ഞു. പുള്ളി അതുപോലെ പ്രാക്ടീസ് ചെയ്തു. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ഒറ്റ മാസം കൊണ്ട് അവർക്ക് മാത്രം ഭർത്താവ് കൊടുത്ത പൈസ 1,36,000 രൂപയാണ്. അവർക്ക് മാത്രം ഭർത്താവ് കൊടുത്ത് ഈ പെർസെന്റേജ് വയസ്സില്ല. അപ്പൊ ഭർത്താവിന് എത്ര ഉണ്ടായിട്ടുണ്ടാവും? ഭർത്താവ് പറഞ്ഞു നീ എന്ത് വേണം പ്രാക്ടീസ് ചെയ്തോ, അതിന്റെ പൈസ ഞാൻ വേറെ തരാം, കാരണം നീ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ക്ലാസ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകും. ഓരോ ആൾക്കാർ ഇന്ന് മറ്റൊരാൾ ചോദിച്ചാണ് എന്റെ ഭർത്താവിന് ജോലി ശരിയാക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ. ഇത് തന്നെ മണി മാനിഫെസ്റ്റേഷൻ മറ്റൊരു രൂപമാണ് പറഞ്ഞാലും ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് എല്ലാം മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഡോക്ടർമാരായി കഴിഞ്ഞാലോ അല്ലെ പ്രൊഫഷണൽസ് ആയി കഴിഞ്ഞാലോ അവർക്കൊക്കെ സമ്പന്നത ഡബിൾ ആക്കാനും ത്രിബിൾ ആക്കാനും ഒക്കെ എളുപ്പത്തിൽ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പറ്റും. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ രാജലക്ഷ്മി മമ്മൊക്കെ ആണെങ്കിൽ 10 ആൾക്കാരാണ് ഇപ്പൊ കൺസൾട്ട് ചെയ്യുന്നത്. മണി മാനിഫെസ്റ്റേഷൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 10 ആൾക്കാരെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം അതേ സമയത്ത് 20 ആളെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ അറിയോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറെ കൂടി ക്ലിപ്തപ്പെടും, കുറെ കൂടി മൂല്യത വരും. അപ്പൊ ഓട്ടോമാറ്റിക് കൂടുതൽ ആൾക്കാർ നമ്മൾ വരും, കൂടുതൽ സമയം നമുക്കോട് ചെലവഴിക്കാൻ പറ്റും. ഇങ്ങനെയല്ലേ സമ്പത്ത് ഉണ്ടാക്കാം. സമ്പത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സമ്പന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ ഇത് മനസ്സിലാക്കുക, എല്ലാവർക്കും ഇത് സാധ്യമാണ് എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് അങ്ങനെയാണ് സംഭവിക്കുക. എല്ലാവർക്കും പറ്റും, എല്ലാവരെ കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, പണം ആർക്കു വേണ്ടിയും നിൽക്കുന്ന ഒരു സംഭവമല്ല. അതിനെ മനസ്സിലാക്കി അതിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള ഒരു സംഭവമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് മണി മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് മാറ്റാനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം. നമ്മളിൽ പലർക്കും പണത്തിന്റെ എനർജി വളരെ കുറവാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരുടെ ഇന്നിപ്പോ നിങ്ങളോട് പറഞ്ഞു 888 രൂപ പേ ചെയ്യാൻ നിൽക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്നവരാണ് ഏറ്റവും അധികം. അയ്യോ എന്ന് എന്തിനാ? അതെന്റെ ഇല്ല അല്ലെ? സത്യാണ്. ആദ്യം ഇല്ല എന്നതാണോ നിങ്ങളെ ഭരിക്കുന്നത്? അല്ല, ഇത് വേണോ, എനിക്ക് പറ്റുമോ എന്നുള്ള ഭയമാണോ? ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്ന ഭയമാണ്. എന്താണ്? പണം എൻ്റെ ഇല്ല എന്നുള്ള ഭയം. പണം അങ്ങനെ ഇല്ല എന്നുള്ള, നിങ്ങളിപ്പോ ബാങ്ക് ബാലൻസ് ആണ് നോക്കുന്നതെങ്കിൽ ഓക്കെ, അത് ഇല്ല എന്നുള്ള ഭയം ആദ്യം വന്നതിന് ശേഷമാണ് ഈ വിഷയം വരുന്നത്. ഓക്കെ, പണം എൻ്റെ ഉണ്ട്, മറ്റന്നാളേക്കാണ് വേണ്ടത്, ഇന്നല്ലല്ലോ, അപ്പോഴേക്ക് എൻ്റെ പണം ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? ഇത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഭയം ആണ് നമ്മളെ ഏറ്റവും വലിയ വിഷയം. നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അത് പൈസ എൻ്റെ ഇല്ലല്ലോ, കഴിഞ്ഞു, അവിടെ ക്ലോസ് ചെയ്തു ചാപ്റ്റർ. ആ പൈസ വരുമ്പോ ഞാൻ ചെയ്യുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ ചോദിച്ചിരുന്നു ഇവരോട്, സ്റ്റുഡൻസിനോട്, എന്റെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് വളരെ എക്സ്പെൻസീവ് ആണ്, അടുത്ത മാസം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാസം എന്റെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ 1,00,000 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യാൻ എത്ര പേർ റെഡിയാണ്? എല്ലാവരും സൈലന്റ്. ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ഓക്കെ, എന്റെ 1,00,000 രൂപ വരുമ്പോ ഞാൻ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണല്ലേ? വരുമ്പോ ചെയ്താൽ മതിയല്ലോ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ എന്ത് പറയും? എന്റെ ഇല്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല.
ഇതാണ് ലോ എനർജി എന്ന് പറയുന്ന സാധനം. ഇത് മനസ്സിലാക്കുക. ഇതാണ് ഭയം എന്ന് പറയുന്നത്. അപ്പൊ പണം കിട്ടിയാൽ നമുക്ക് ചെയ്യാമെന്നതിനല്ല, പണം കിട്ടും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ പണം വരുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഭയമുണ്ട്. പണം എൻ്റെ കയ്യിൽ പൈസ കിട്ടിയ അപ്പൊ തീർന്നു പോകും കേട്ടോ. പണം കിട്ടുന്നതിന് മുമ്പ് പറയുന്നതാണ്, കിട്ടിയാലോ അപ്പൊ തീർന്നു പോകും. ഒരാളെന്ന് പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് സാറേ, പക്ഷെ എന്ത് ചെയ്യാനാ, ശമ്പളം ബാങ്കിൽ വരുന്നു, പിറ്റേ ദിവസം എല്ലാ EMI അടച്ചു, എന്റെ ബാങ്ക് ബാലൻസ് 0 ആണ്. എനിക്ക് ഒരു രക്ഷയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്ത് ചെയ്തിട്ടാ കാര്യം? ഈ സിമ്പിളാണ്. EMI ആരാ എടുത്തത്? ഞാൻ തന്നെയല്ലേ, വേറെ ആരുമല്ലല്ലോ. അത് ചിന്തിക്കുന്നില്ല. പകരം പറഞ്ഞു, ശമ്പളം വന്നോണ്ട് ആ പൈസ ഒരു കാര്യമില്ല ഞാൻ പണിയെടുത്തോണ്ട്, ഒരു വിഷയമില്ല ഞാൻ പണിയെടുത്തോണ്ട് എന്ന് പറയുന്നു. എന്താ കാര്യം? തെറ്റല്ലേ? പണിയെടുത്തോണ്ട് കാര്യമില്ല എന്നുണ്ടോ? കാര്യമുണ്ട്. നിങ്ങൾക്ക് കാശ് വരുന്നുണ്ട്, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചു. അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പൊ പണം കിട്ടിയാൽ എല്ലാം നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നല്, ഒരു അന്ധവിശ്വാസം നമ്മളിലുണ്ട്. ഇത് മാറ്റണം. ഇത് മണി മാനിഫെസ്റ്റേഷനിലൂടെ മാറ്റാൻ പറ്റും. പിന്നെ വരുന്നത് കുറ്റബോധമാണ്. കുറ്റബോധം എന്താ അറിയും? അയ്യോ, പൈസക്കാരനാവുക എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? എന്റെ സമൂഹം എന്ത് കരുതും? ഇത്രയും കാലം കാശില്ലാതെ ജീവിച്ച ഞാൻ ഇനി പൈസക്കാരനായി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എന്ത് തോന്നും? അവരെന്നോട് കടം ചോദിക്കും, ഇവർക്ക് കാശ് കൊടുക്കേണ്ടി വരും, അവർക്ക് സംഭാവന കൊടുക്കേണ്ടി വരും, ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നു പണ്ട്, പൈസക്കാരനായ വലിയ ബുദ്ധിമുട്ടാട്ടോ, കാരണം കുറെ സംഭാവന കൊടുക്കേണ്ടി വരും, അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കൊച്ചു കാര്യമാണ്. ഇങ്ങനെയുള്ള കുറ്റബോധം ഉണ്ടാവും. പിന്നെ മൂന്നാമതായിട്ട് വളരെ അപകടം പിടിച്ച സാധനമാണ്. അവർക്കുണ്ട്, എനിക്കില്ല. അവരെ കമ്പാരിസൺ ചെയ്യും. അവർക്കതുണ്ട്, എനിക്കതില്ല. അസൂയ, അല്ലേ? ഏറ്റവും അപകടം പിടിച്ച സാധനമാണ്. അവർക്കതുണ്ട്, എനിക്കും അത് വേണം എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യോ. അവർക്ക് സമ്പത്തുണ്ട്, എനിക്കും സമ്പത്ത് വേണം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ടൈപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തോളൂ. ഒന്ന് നോക്കൂ. അവർക്ക് സമ്പത്തുണ്ട്, എനിക്കും അതുപോലെ സമ്പത്ത് വേണം. എത്ര പേരുണ്ട്? യെസ്, പോന്നു. പിന്നെ നന്ദിയില്ലായ്മ. എത്ര കിട്ടിയാലും സന്തോഷമില്ല. എത്ര കിട്ടിയാലും സന്തോഷമില്ല. ആ കിട്ടിയതിൽ ശ്രദ്ധിക്കേയില്ല. കിട്ടാനുള്ള, ഇല്ലാത്തതിന് മാത്രം പറഞ്ഞ് നടക്കും. ഉദാഹരണങ്ങളൊക്കെ പറയാൻ കുറേ സമയം എടുക്കുന്നു. നമുക്ക് കിട്ടിയതിനെ പറ്റി ഒന്നും പറയില്ല. ഇതേപോലെ നേരത്തെ പറഞ്ഞ കച്ചവടം നടക്കുന്നു. ഓക്കെ, കച്ചവടം നടക്കുന്നു. നടക്കാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്തു. കച്ചവടം കൂടുതൽ കിട്ടി. താങ്ക് യു എന്ന് പറയില്ല. നാളെ കൂടുതൽ വേണം, നാളെ കൂടുതൽ വേണം, നാളെ കൂടുതൽ വേണം. ഇത് മാത്രമേ ഉള്ളൂ. ആദ്യം നന്ദി പറയാൻ ശ്രമിക്കുക. പിന്നെ 5ാമതായിട്ട് വരുന്ന കാര്യമാണ്, പഴയ പരാജയങ്ങളെ പറ്റി ഓർത്തുകൊണ്ടേ നടക്കും. പഴയ അനുഭവങ്ങൾ പണത്തിന്റെ പ്രവാഹത്തെ തടയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് സംഭവിച്ചു, അതുകൊണ്ട് സൂക്ഷിക്കണം ഒന്നുമല്ല വിഷയം. അപ്പോ മനസ്സ് മലിനമാകുമ്പോൾ പണം അടുക്കും വഴികൾ തടയുന്നു എന്നുള്ളതാണ്. മനസ്സ് ശുദ്ധമാകുമ്പോൾ പണത്തിന്റെ എനർജി വീണ്ടും ഒഴുകി തുടങ്ങും എന്ന് മനസ്സിലാക്കും. ഇത് എഴുതി വെച്ചോളുങ്ങൾ. മനസ്സ് മലിനമാകുമ്പോൾ പണത്തിന്റെ ഒഴുക്ക് അടയുന്നു എന്നുള്ളത്. മനസ്സ് ശുദ്ധമാകുമ്പോൾ പണത്തിന്റെ എനർജി വീണ്ടും ഒഴുകിയെത്തുന്നു എന്നുള്ളത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് എന്ന് പറയുന്നത് 30 ദിവസത്തെ പ്രാക്ടീസ് ഉള്ള കോഴ്സാണ്. അതിൽ ഈ കംപ്ലീറ്റ് മൈൻഡ് സെറ്റിനെ മാറ്റപ്പെടുത്തി പണം ഒഴുകുന്ന ഒരു ഫ്ലോ ആക്കി നിങ്ങളെ മാറ്റുന്നു. അവിടെ നമ്മുടെ പണത്തെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളെ മാറ്റുന്നു, മനസ്സിനെ പുനഃക്രമീകരിക്കുന്നു, വെൽത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുന്നു. വിഷ്വലൈസേഷൻ, ഡെയിലി അഫർമേഷൻസിലൂടെ ആ പ്രാക്ടീസ് ശരിയാകുന്നു. എനർജി ക്ലെൻസിങ്ങും ഫൊർഗീവ്നെസ് തെറാപ്പിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകളും ന്യൂറോ സയന്റിഫിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും വെച്ചുകൊണ്ടാണ് നമ്മളത് കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അപ്പൊ ഓരോ ആളും ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പണം നേടുന്ന ആളായിട്ടല്ല മാറുന്നത്. എഴുതി വെച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പണം നേടുന്ന ഒരാളായിട്ടല്ല, പണം ആകർഷിക്കുന്നതിന് ഒരു എനർജി ആയിട്ട് മാറും. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. പണം കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നതാണ് നേടുന്നയാൾ. നിങ്ങൾ ഇരുന്നിടത്തേക്ക് ആ പണത്തിന്റെ ഫ്ലോ അങ്ങ് നടക്കും. ആ ഫ്ലോയിലേക്ക് നിങ്ങൾ ചാടണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിന്റെ തരംഗം മാറ്റുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നാണ് പറയുന്നത്.
നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണ്? അത്ഭുതം സംഭവിക്കട്ടെ സംഭവിക്കട്ടെ. അങ്ങനെയല്ല. നമ്മൾ അതിനു വേണ്ടി തയ്യാറായി നമ്മുടെ മനസ്സിനെ മാറ്റപ്പെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത്ഭുതങ്ങൾ സംഭവിക്കും. സമ്പത്ത് എന്ന് പറയുന്ന അത്ഭുതം പോലെ എത്തണം എന്നതിന് അവസ്ഥയിൽ മാറി പണം എന്ന് പറയുന്നത് മനസ്സിന്റെ തരംഗത്തെ അത്ഭുതമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയായിട്ട് മാറണം. അനുഭവത്താണ് ഈ പറയണത്. ഞാനിപ്പോ എന്റെ അനുഭവത്തിലൂടെയാ പറഞ്ഞത്. മനസ്സിനെ മാറ്റുക, ജീവിതം മാറും. ഇത് മനസ്സിലാക്കുക. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സത്യമായ രഹസ്യമാണ്. അത് ആ എനർജിയെ അനുഭവിക്കാനുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, എല്ലാവർക്കും ഇല്ല. നിങ്ങൾ ആ എനർജി അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യനുമായി വരിക. മണി മാനിഫെസ്റ്റേഷൻ എന്ന കോഴ്സിനെ പറ്റി അറിയുക, പഠിക്കുക. അതിൽ തന്നെ ചെറുത് വലുതായിട്ട് പോകുന്ന കോഴ്സാണ്. ഒറ്റയടിക്ക് മണി മാനിഫെസ്റ്റേഷൻ എത്തുന്നതല്ല. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പൊ ചെറിയ അതിന്റെ കോഴ്സുകൾ എടുത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ച പോലെ 2 ലക്ഷം രൂപയ്ക്ക് എന്റെ കോഴ്സ് എടുക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്കില്ല എന്നല്ല, ഞാൻ 2 ലക്ഷം നേടാനുള്ള വഴികൾ എന്താണ് എന്ന് ആലോചിക്കുക ആദ്യം. എന്നിട്ട് അത് ഓരോ വഴികളിലൂടെ കടന്ന് പോയിട്ട് അവിടെ എത്തുമ്പോൾ ഓരോ ചെറിയ കോഴ്സുകൾ എടുത്തിട്ട് ഒറ്റയടിക്ക് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ്. ഞാൻ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കോഴ്സുകളും കടങ്ങുമ്പോഴാണ് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് വരുന്നത്. ഒറ്റ കോഴ്സ് അല്ല. മണി മാനിഫെസ്റ്റേഷൻ പോകുമ്പോൾ ഓരോ കോഴ്സ്, ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കും, അത് കഴിഞ്ഞ് ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് പഠിക്കും, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ യുവർ മൈൻഡ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് കീ ടു ഹാപ്പിനെസ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ജേർണി ടു ഹാപ്പിനെസ് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ കൊണ്ടുപോകും, അത് കഴിഞ്ഞ് നേരെ മണി മാനിഫെസ്റ്റേഷൻ പോകും. അതിൻ്റെ ചെറിയ വാട്സപ്പ് കോഴ്സ്. കാരണം ഇതെല്ലാം കൂടുമ്പോഴാണ് മണി നമ്മളിൽ മാനിഫെസ്റ്റ് ചെയ്തു വരുന്നത്. അങ്ങനെ ഊർജത്തെ ഉയർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഇതാ പിടിച്ചോ ഊർജം എന്ന് പറഞ്ഞാൽ ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയും. നിങ്ങൾക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്റെ മെഡിറ്റേഷൻ പങ്കെടുത്തപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് വരുമ്പോൾ പെട്ടെന്ന് പനി വരുന്നു, ജലദോഷം വരുന്നു, അസുഖം വരുന്നു. എന്താണെന്നറിയോ സംഭവം? കാരണം എന്താണെന്നറിയോ? ഈ കാരണം ഒന്ന് മനസ്സിലാക്കണം. പല ക്ലാസ്സിലും പഠിപ്പിച്ചാണ് ഈ കാരണം മനസ്സിലാക്കണം. ഈ കാരണം ഇത്രയാണ്. നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡി നിങ്ങൾ റിജക്ട് ചെയ്യും. നിങ്ങൾക്ക് പനിയും ജലദോഷം വരുന്നു, ഛർദിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എനർജി ഷിഫ്റ്റ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഷിഫ്റ്റ് ആവുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു തന്നിരിക്കുന്നു മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത്ഭുതം പോലെ സമ്പത്ത് നിങ്ങളിൽ സംഭവിക്കണമെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ അഡ്മിനോട് ചോദിക്കുക എങ്ങനെയാണ് പേയ്മെന്റ് സിസ്റ്റം എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ഓരോ പേയ്മെന്റുകൾ എടുത്ത് അടച്ചടച്ച് നിങ്ങൾ ഒറ്റയടിക്കല്ല, 1 ലക്ഷം രൂപയാണ് ഫീസ്. ഡിസ്കൗണ്ട് ഒക്കെ അഡ്മിനോട് ചോദിച്ച് ആ സമയത്ത് മേടിക്കുക. എന്നിട്ട് ഓരോ കോഴ്സുകളിലും കടന്നു പോയിട്ട് അവിടേക്ക് എത്തുക. ഒറ്റയടിക്ക് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സ് എടുത്താൽ എല്ലാ കോഴ്സിലൂടെയും കടത്തിക്കൊണ്ടു പോകുന്ന പ്രോസസ്സാണ്. ലോങ് ടൈം ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോഴ്സാണ് നമ്മുടെ. മനസ്സിലാക്കുക. എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് ആൻസർ ചെയ്യാം. താങ്ക് യു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ മണി മാനിഫെസ്റ്റേഷൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.